ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാതിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മുടെ ശരത്തും ആന്റണിയും കൂടി ചെയ്തൊരു വലിയ കള്ളത്തരം ഇന്ന് സച്ചിയായി തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. സച്ചി കണ്ടുപിടിച്ചു എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ സച്ചി ഫാമിലി ഫോട്ടോയും മറ്റും ഫ്രെയിം ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈ ഒരു ഞെട്ടിക്കുന്ന സത്യാവസ്ഥ സച്ചിയെ കാണിച്ചു കൊടുക്കുന്ന, അതായത് സച്ചി കൊണ്ടുവന്നിരിക്കുന്ന ഫാമിലി ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ചന്ദ്രയുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും ഇത് ആരാണ് എന്ന് തിരക്കുന്ന സമയത്ത് ഇത് എൻ്റെ അമ്മയാടാ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി, ഞാൻ ഇതുവരെ ആരോടും പറയാത്ത രഹസ്യം നിന്നോടായിട്ട് പറയാം, ഞാൻ പോലീസുകാരോട് വരെ ഇതുവരും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് പണ്ട് നടന്നൊരു സംഭവത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഉവ്വ എന്ന് നമ്മുടെ സച്ചി മറുപടിയും പറയുന്നുണ്ടല്ലേ. അതിനുശേഷം അദ്ദേഹം ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ആണ് സ്റ്റുഡിയോയുടെ ഓണർ കാണിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് തന്നെ ആളെ ശരിക്കും ക്ലിയർ ആവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്, ഇത് കൂടാതെ ബാക്കിൽ നിന്നുള്ള ക്യാമറയിൽ പതിഞ്ഞ വീഡിയോ ഉണ്ട്, അതും കൂടെ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് പണം മോഷ്ടിച്ചുകൊണ്ട് പോയ ആൾക്കാർ ഹെൽമെറ്റ് ഊരുന്നൊരു ഭാഗം അതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. ശരത്തിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആകെ വല്ലാതാവുകയാണ്. കാരണം നമ്മുടെ രേവതിക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തന്നെ ശരത്തിനെ പറ്റി ഉണ്ടല്ലേ, അതെല്ലാം തന്നെ ഒരു ഒറ്റ നിമിഷം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ സച്ചി കണ്ടത്. അങ്ങനെ പലയിടങ്ങളിൽ സച്ചി ശരത്തിനെ അന്വേഷിച്ച് നടക്കുകയും എങ്ങും കാണാതെ വരുന്ന സമയത്ത് അവസാനം തൻ്റെ കാർ സ്റ്റാൻഡിലേക്ക് തിരികെ വരുന്ന സമയത്താണ് അവിടെ വെച്ച് ശരത്തിനെ കാണുന്നത്. ആന്റണിയും മഹേഷിന്റെ ഭാര്യയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് മഹേഷ് വേഗം ആന്റണിയെ തല്ലാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് കാഴ്ച കണ്ടു നിൽക്കുന്ന ശരത്ത് വേഗം വന്നിട്ട് ആന്റണിയെ പിടിച്ചു മാറ്റിയതിനു ശേഷം മഹേഷിനെ കിട്ട് ഒരുപാട് തല്ലുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുവരുന്ന സച്ചി വേഗം തന്നെ വന്നിട്ട് ശരത്തിനെ മാറ്റുകയും ആന്റണിക്കിട്ട് പൊതുവെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശരത്ത് വന്നിട്ട് സച്ചിയുടെ കോളറിൽ പിടിക്കുന്ന സമയത്ത് വേഗം സച്ചിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ടുപോയി. അത് മാത്രമല്ല ഇവനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന ഒരു കുടുംബമുണ്ടല്ലേ, അവരെല്ലാം തന്നെ ഇവൻ കബളിപ്പിക്കുകയുള്ളൂ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ആ ഒരു ദേഷ്യം എല്ലാം തീർക്കുന്നത് ശരത്തിന്റെ കൈക്കെട്ടാണ് കേട്ടോ. ശരത്തിന്റെ കൈ കോളറിൽ നിന്ന് പിടിച്ചതിന് ശേഷം കൈ ബാക്കിലേക്ക് പിടിച്ച് തിരിക്കുകയാണ് സച്ചി. ഈ ഒരു സമയത്ത് മഹേഷാണ് വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുന്നത് കേട്ടോ. എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ ശരത്തിന്റെ കൈക്ക് പരിക്ക് പറ്റുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ശരത്തിന്റെ കൈക്ക് വേദന ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മയും രേണുവും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. പോകുന്ന സമയത്ത് രേവതിയും വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഡോക്ടർ പറയുകയാണ്, ഒന്നുകിൽ എന്തെങ്കിലും ഒരു തല്ല് കേസ് ഉണ്ടായി കാണും, അതല്ല എന്നാണ് ശരത്തിനെ ആരോ മർദ്ദിച്ചിട്ടുണ്ട്, അതുപോലെ അതേ രീതിക്കാണ് കൈക്ക് അപകടം സംഭവിച്ചിരിക്കുന്നതൊക്കെ ഡോക്ടർ പറയുന്ന സമയത്ത് രേവതി കാര്യം തിരക്കാണ്ട്. ഈ സമയത്ത് ശരത്ത് പറയുകയാണ്, എൻ്റെ കൈ തല്ലിയൊടിച്ചത് സച്ചിയേട്ടനാണ് എന്ന് പറയുമ്പോഴത്തേക്കും രേവതിക്കും അമ്മയ്ക്കും രേണുവിനൊക്കെ ഭയങ്കര ഷോക്കാവുകയാണ് കേട്ടോ. എന്നാൽ എന്ത് കാരണം കൊണ്ടാണ് സച്ചി ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം ശരത്ത് തുറന്നു പറയുന്നില്ല. എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, തന്നെ ഇങ്ങോട്ട് വന്ന് സച്ചിയേട്ടനെ ആക്രമിക്കുമായിരുന്നു എന്ന രീതിക്ക് സച്ചിയെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാകത്തിനാണ് നമ്മുടെ ശരത്ത് 3 പേരോടായിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ രേവതിയുടെ സച്ചിയുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല സച്ചി ശരത്തിനെ കാണാൻ ഹോസ്പിറ്റലൊന്നും ചെല്ലാതിരിക്കുന്ന സമയത്ത് രവിയുടെ നിർബന്ധപ്രകാരം ശരത്തിനെ കാണാനായിട്ട് സച്ചി ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ശരത്ത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സച്ചിയോടായിട്ട് പെരുമാറുന്ന സമയത്താണ് സച്ചി പറയുന്നത്, നീ ഒന്ന് അടങ്ങ്, നിന്റെ കൈ തല്ലി ഓടിച്ചത് ആന്റണിയുടെ കൂടെ വന്നിട്ടൊന്നുമല്ല, മറ്റൊരു കാരണമുണ്ട്, നിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ആ പണം തട്ടിക്കൊണ്ട് പോയ സമയത്തുള്ള ഇവരുടെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴത്തേക്കും ശരത്തിന് വലിയ കുലുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്നേരത്തിന് സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്കൊരു മനസ്താപവും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്തിനു മനസ്താപപ്പെടണം, ഇതിനും വലിയ ക്രൂരതയോടുകൂടിയിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്ന സമയത്ത് നിങ്ങളുടെ അമ്മയും ഏട്ടനും എന്നോട് പെരുമാറിയത്, അതെല്ലാം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയ പ്രതികാരം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ തെറ്റൊന്നും തോന്നില്ല, അതെ നിങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പൊക്കോളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് സച്ചിയോട് പെരുമാറുന്നത്. പോയതിനു ശേഷം ഈ ഒരു വിവരം ശരത്ത് ആന്റണിയോടായിട്ട് പറയാണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ സച്ചിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, അത് വെച്ച് എന്നെ ഭീഷണിപ്പെടുത്താനാണ് വന്നത് ആന്റണി ചായ, പക്ഷേ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്കും ആന്റണിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നീട് ഡോക്ടർ ഒരു 3 മാസം റെസ്റ്റ് ഒക്കെ ശരത്തിനോടായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശരത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ജോലിക്കായിട്ട് വീണ്ടും ആന്റണിയുടെ കൂടെ ജോലിക്ക് പോകാണ്ട്. ശരിക്കും പറഞ്ഞാൽ ശരത്തിന്റെ ഉദ്ദേശം എന്നത് ജോലിക്ക് പോവുക എന്നതല്ല. ആ ഒരു സമയത്ത് ആന്റണിയും കൂട്ടിക്കൊണ്ട് ശരത്ത് നേരെ ചെല്ലുന്നത് സച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് സച്ചിയും മഹേഷും കൂട്ടരും കൂടിയിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ആന്റണി വരുന്ന കാണുമ്പോൾ തന്നെ മഹേഷും കൂട്ടരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആന്റണി പറയുന്നുണ്ട്, ശരത്തിന് എന്തോ സച്ചിയോട് സംസാരിക്കാനുണ്ടെന്ന്, അതിനുവേണ്ടി മാത്രമാണ് എന്നൊക്കെ ഭയങ്കര വലിയ രീതിക്കൊക്കെ തന്നെ ആന്റണി പറയാണ്. ശരത്ത് വേഗം സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ എത്ര അധികം പ്രശ്നം ഉണ്ടാക്കിയത്, ആ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞാൻ തിരികെ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1 ലക്ഷം രൂപ എടുത്ത് മേശപ്പുറത്തേക്ക് വെക്കാണ്ട്. ഈ സമയത്ത് സച്ചി പ്രത്യേകിച്ചൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല കേട്ടോ. അപ്പൊ തന്നെ ശരത്ത് പറയുന്നു, ഞാനിപ്പോൾ പണം കൊണ്ടുവരുന്നു നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ, വേണ്ടെങ്കിൽ വേണ്ട, ആ പണം ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് തിരികെ പണം എടുക്കാൻ തുടങ്ങുന്ന സമയത്ത്
സച്ചി വേഗം 1,00,000 രൂപ എടുത്തിട്ട് പറയുകയാണ്, ഇത് നീ മോഷ്ടിച്ച പണമല്ലേ, പക്ഷേ ഇതെന്റെ അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലമാണ്, ഇതെനിക്ക് വേണം. മഹേഷ് ഇതൊന്ന് കറക്റ്റായിട്ട് എന്നെ 1,00,000 രൂപയുണ്ടോ എന്ന് നോക്ക് എന്നൊക്കെ പറയുകയാണ്. മഹേഷ് അത് പൈസ എണ്ണവും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനുണ്ട്. നേരത്തെ ചന്ദ്രയുടെ പക്കൽ നിന്ന് 1,00,000 രൂപ മേടിച്ചതിന് പകരമായി ഒരു പ്രതികാരം എന്ന രീതിക്ക് ചെയ്യുന്നതാണ് ഇതെങ്കിലും ശരത്ത് ആന്റണിയുടെ കൂടി നശിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളൊരു ഭാഗത്തിന്റെ സ്റ്റാർട്ടിംഗ് കൂടി അറിഞ്ഞിട്ടത്. എന്തായാലും അടുത്ത ആഴ്ച ഈ ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.